വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ തവാ പുലാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന തവാ പുലാവ് എൻ്റെ ഒരു വേർഷനാണ്. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തവ ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, അണിയൻസ് ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. അണിയൻസ് ഒക്കെ ഇവിടെ സോഫ്റ്റ് ആയി. നമുക്ക് ഇതിനകത്തേക്ക് ഗ്രീൻ പീസ് ചേർക്കണം. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ്, ഒരു 1/4 കപ്പ് അത് ചേർക്കാം. ഇതിലേക്ക് ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തും കൂടെ ചേർക്കാം. ടൊമാറ്റോ ചേർത്തതിനൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, നന്നായിട്ടത് വഴറ്റിയെടുക്കാം. ഇവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറണം. കൂടാതെ നമുക്ക് ടൊമാറ്റോസ് എല്ലാം വെന്ത് ഉടയണം, പേസ്റ്റ് പോലെ ആവണം. ആ ഒരു സ്റ്റേജ് നമ്മൾ നോക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പൊട്ടേറ്റോ കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് ചേർക്കാം. കൂടാതെ കുറച്ച് മസാലകളൂടെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ മെയിൻ ഒരു ഫ്ലേവർ കൊടുക്കുന്ന പാവ് ഭാജി മസാലയുടെയാണ്. പാവ് ഭാജി മസാലയും കൂടെ ചേർക്കാം ഇതിലേക്ക്. 1 ടീസ്പൂൺ പാവ് ഭാജി മസാല. ഇത് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂടുതൽ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് റൈസ് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കിത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം പൊടികളുടെയൊക്കെ റോ സ്മെല്ല് പോയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ക്യാപ്സിക്കം 1/4 കപ്പ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് റെഡ് ക്യാപ്സിക്കം, റെഡിന് പകരം ഗ്രീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. അതേപോലെ ഒരു 3/4 കപ്പ് പനീറും കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം. കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്മതിയാണ്. 3 കപ്പ് കുക്ക്ഡ് റൈസ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ലാസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടറോടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഈ തവ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് കമ്പൈൻഡ് ആവണം. ഇപ്പോൾ റൈസ് ഞാൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ റൈസ് നമ്മൾ കുക്ക് ചെയ്യുന്നത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഉപ്പും ചേർത്ത് വെള്ളം തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് ബസ്മതി റൈസ് ഇട്ട് ഒരു 8 മിനിറ്റ് കുക്ക് ചെയ്യുക. ആ രീതിയിൽ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അനുസരിച്ച് എപ്പോഴും കുക്കിംഗ് ടൈം അങ്ങോട്ടേക്കോട്ട് മാറും. ഒരു 90% കുക്ക് ചെയ്ത റൈസാണ്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കണക്കാക്കി ഇടുക. നമ്മൾ ചോറിന് എത്ര ചേർത്ത് അത് കണക്കാക്കി വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഇതിനകത്തേക്ക് മല്ലിയില ഇടാം. നമ്മുടെ തവാ പുലാവ് റെഡിയാണ്. ഇതിലേക്ക് ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ലൈം സ്ക്വീസ് ചെയ്ത് അതോടെ ചേർക്കാം. മുട്ട ചേർക്കുന്നവർക്കാണെങ്കിൽ ഇതിനകത്തേക്ക് മുട്ട ചേർത്താലും നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ തവാ പുലാവ് റെഡിയായി. നമ്മുടെ
തവാ പുലാവിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇത് ഇച്ചിരി സ്പൈസിയാണ്, ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറെ ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സെർവ് ചെയ്യാമെങ്കിൽ വേണമെങ്കിൽ പപ്പടത്തിൻ്റെ കൂടെയും സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്താലും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയത് 3 കപ്പ് കുക്ക്ഡ് റൈസ് വെച്ചിട്ടാണ്. റൈസിൽ നിന്ന് 1 കപ്പ് ബസ്മതി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 കപ്പ് കുക്ക്ഡ് റൈസാണ്. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുലാവൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.